മഹാത്മാഗാന്ധിയുടെ 156ാമത് ജന്മദിനാഘോഷം കൊച്ചിയിൽ സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പരിപാടികളിൽ പ്രമുഖ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. കൊച്ചി മേഖലയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 156ാമത് ജയന്തിയോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കൊച്ചി ഗാന്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വാസ്കോഡ് ഗാമ സ്ക്വയറിൽ കൺവീനർ ഷെരീഫ് മൈത്രിയുടെ അധ്യക്ഷതയിൽ പുഷ്പാർച്ചന നടത്തി. അഡ്വക്കേറ്റ് രാജേഷ് ആന്റണി, സജിത്ത് വി വൈ നാസർ, ഷംസുദ്ദീൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഫോർട്ട് കൊച്ചി പട്ടാളം സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പട്ടാളം മാർക്കറ്റും പരിസരവും ശുചീകരിച്ചു. ഡിവിഷൻ കൗൺസിലർ ആന്റണി കുരിത്തറ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഹാഷിം ഖാൻ, സെക്രട്ടറി ഷാനവാസ്, NKM ഷെരീഫ്, മിനി റോസ്, ജോർജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ ആ ആദർശങ്ങൾ, മഹാത്മാഗാന്ധിയുടെ ആ കാഴ്ചപ്പാടുകൾ, നമുക്കറിയാം ഇന്ന് 156ാം ജന്മദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്, നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ ആവശ്യം വിളിച്ചോതുന്ന ഒരു ദിനവും കൂടിയാണ് ഇന്ന്. നമുക്കറിയാം ഇന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഗാന്ധിജിയുടെ ആ പ്രിൻസിപ്പിൾസ്, നമുക്കറിയാം അദ്ദേഹം സ്വച്ഛ് ഭാരതിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നം നടത്തി. നമുക്കറിയാം നമ്മുടെ പരിസരം എല്ലാം ശുചീകരിച്ച് വെക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നാട് അതുവഴി നമ്മുടെ നാട് ശുചീകരിക്കുന്നതിന് വേണ്ടിയും ആളുകളെ കൂട്ടി എല്ലാവരും കോർത്തിണക്കിക്കൊണ്ട് എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ഐഡിയോളജിയിൽ അദ്ദേഹം നമ്മളെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോയി. ഫോർട്ട് കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗത്ത് ബീച്ച് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മയക്കുമരുന്നിനും വർഗീയതയ്ക്കുമെതിരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നിരാഹാരവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി റഹീം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ആന്റണി കുരിത്തറ, ഷൈല തദേവൂസ്, ഷൈനി മാത്യു എന്നിവർ പ്രസംഗിച്ചു. വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 1ലെ അംഗങ്ങൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി കടപ്പുറം ശുചീകരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെൽസൺ ആന്റണി, പ്രസിഡന്റ് ബ്രെയ്ഡ്സൺ ജൂഡ്, സെക്രട്ടറി രാജേഷ് കുമാർ, പവിത്രൻ എന്നിവർ നേതൃത്വം നൽകി. പനേപ്പിള്ളി മൗലാന ആസാദിന്റെ ആഭിമുഖ്യത്തിൽ ആസാദ് ഹാളിൽ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് NKM ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് എഴുത്തുകാരൻ പള്ളുരുത്തി സുബൈർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാവിന്റെ ജീവിതം ആസ്പദമാക്കി ഫർഹാന TB, റൂത്തു പൈലി, റസിയ സലീമ, ഫാത്തിമ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ഗാന്ധി പ്രശ്നോത്തരിയിൽ UP LP വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇബ്രാഹിംകുട്ടി, സുനിത ഫൈസൽ, ഷാജി KG, VB ലിജിയ എന്നിവർ സംസാരിച്ചു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ഇടക്കൊച്ചി മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര പാമ്പായി മൂലയിൽ സമാപിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ റോയ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസൺ നിർവഹിച്ചു. മണ്ഡലം ചെയർമാൻ NO ജെയിംസ്, ബ്ലോക്ക് ചെയർമാൻ VN വിജയൻ, ഡിവിഷൻ ചെയർമാൻ അഗസ്റ്റിൻ ജോസഫ്, ജോൺസൺ MR, മഞ്ജുള നടരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.